ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടത്തിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇന്ത്യൻ റുപ്പിയായിട്ടല്ല കിട്ടുന്നത്, ഡോളറായിട്ടാണ് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പേപ്പാലോ പെയ്യറോ അങ്ങനെ എന്തെങ്കിലും ഇത് നമുക്ക് പ്രത്യേകിച്ച് ഓൺലൈൻ ജോബ് നോക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതിലേതെങ്കിലും ഒന്നിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയുവാണ്. നിങ്ങൾ ഉള്ളവരാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് നല്ലൊരു വെബ്സൈറ്റാണ്. ഇതിനകത്തൊരു ഒരു 8 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ് ഇരുന്നാൽ തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അറിയാമല്ലോ, സർവീസ് ആകുമ്പോഴത്തേനെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റോങ് ആയിട്ടുള്ള ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആവും. പക്ഷേ ഈ വെബ്സൈറ്റിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ ഒപ്പീനിയന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഡിസ്ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, 1-2 ദിവസം കണ്ടിന്യൂസ് ആക്റ്റീവായിട്ടിരിക്കുക. പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോഴൊക്കെ സർവീസ് ചിലപ്പോൾ കാണത്തില്ല എന്ന് കരുതി നിങ്ങൾ ആ വെബ്സൈറ്റ് പിന്നെ തുറക്കാതിരിക്കരുത്. അത് കഴിഞ്ഞ് പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ സർവീസ് ഇങ്ങനെ വരും. അപ്പം നിങ്ങളത് ഇടയ്ക്ക് എല്ലാ ദിവസവും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ വെബ്സൈറ്റിൽ സർവീസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം വെബ്സൈറ്റ് ഏതാണെന്നും വെബ്സൈറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ സൈനപ്പ് ചെയ്യണം എന്ന് തുടങ്ങി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങാവുള്ളൂ. കാരണം വെബ്സൈറ്റ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് വീഡിയോ ഫുൾ കാണുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ ചെല്ലുക. ഗൂഗിളിൽ ചെന്നിട്ട് സെർച്ച് ബട്ടൺ എടുത്തിട്ട് അവിടെ DIGI എന്ന് കൊടുക്കുക. കണ്ടോ, കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഒപ്പീനിയൻ കൊടുക്കുക. ഈ ഫസ്റ്റ് കാണുന്ന ഒപ്പീനിയൻ കൊടുക്കുക. അപ്പം കിടക്കുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പെല്ലിങ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പം ഇതിനകത്ത് അവർ പറയുന്നത് ഗെറ്റ് പെയ്ഡ് ഫോർ യുവർ ഒപ്പീനിയൻ. നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ബേസിക്കലി നോക്കുമ്പോൾ ഇതൊരു സർവേ തന്നെയാണ്. അവരെന്ത് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തരും, ഓപ്ഷൻസും തരും. നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് റോങ് കൊടുത്താലും പോയിൻ്റ് കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നോർമലി നോക്കുമ്പോഴുള്ള സർവേയിലെല്ലാം തന്നെ നമ്മൾ തെറ്റുത്തരം പറഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആകാനാണ് ചാൻസ് കൂടുതലല്ലേ. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് പറയാം. ഒപ്പീനിയൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജനറലായിട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻ എപ്പോഴും കറക്റ്റായിട്ട് കൊടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് കൊടുത്തെങ്കിൽ അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ അത് തന്നെ കൊടുക്കണം. മനസ്സിലായി? അതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ തെറ്റിച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് അവിടെ ഒരു വാല്യൂ ഇല്ലാതാവും. മനസ്സിലായോ? നമ്മൾ കൊടുക്കുന്നത് അതിൽ തന്നെ തെറ്റിച്ചാൽ, അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയെന്ന് കരുതി നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആകത്തില്ല. പക്ഷെ നമ്മൾ ബേസിക്കലി പറയുന്ന കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ എഡ്യൂക്കേഷന്, ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ എന്താണോ പറയുന്നത് അത് തന്നെ കണ്ടിന്യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പം നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും നിങ്ങളിപ്പം 10 വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾ സർവേയിൽ ഡിഗ്രിക്ക് കൊടുത്തെങ്കിൽ ആ ഡിഗ്രി ഏതാ കൊടുത്തതെന്നും കൊടുത്തതെന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്കിലോ വല്ല നോട്ട് ചെയ്ത് വെക്കുക. ഇനി ജസ്റ്റ് മറന്നു പോവുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോഴും അത് തന്നെ കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അതൊക്കെ നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളല്ല. അതിലൊന്നും നമ്മൾ തെറ്റുത്തരം ഒന്ന് കൊടുത്തു കഴിഞ്ഞ് പിന്നെ റോങ് ആയിട്ട് കൊടുത്താൽ അവർ ബേസിക്കലി എല്ലാവരും നമ്മളെ ഒരു ഫ്രോഡായിട്ട് കരുതും. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം ബാക്കിയുള്ളതിനെല്ലാം നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടുന്ന പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സൈനപ്പ് ചെയ്യുക. അവർ പറയുന്നുണ്ട് സൈനപ്പ് ഫ്രീ ആണെന്ന്. ഫ്രീ ആയിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാം. ചൂസ് സർവേസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ ചൂസ് ചെയ്യുക സർവേസ്, എന്നിട്ട് അതിന് ആൻസർ ചെയ്യുക, കളക്ട് മണി. അപ്പം എന്നിട്ട് കളക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പം വാട്ട് വി ഓഫർ, എന്തൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം. ഫ്രീ, ഈസി ആൻഡ് ഫാസ്റ്റ് സൈനപ്പ്. അപ്പം സൈനപ്പ് വരെ ഈസി ആണ്, ഫ്രീ ആണ്, ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. വിൻ പെയ്ഡ് സർവീസിന് അവർ പേയ്മെൻറ്റ് തരുന്നുണ്ട്. നോ പോയിൻ്റ് ഓർ
കാൽക്കുലേഷൻസ് സ്ട്രൈറ്റ് ഔട്ട് ക്യാഷ് റിവാർഡ്സ്. അപ്പം നോ പോയിൻറ്റ്സ് കാൽക്കുലേഷൻസ് ഒന്നുമില്ല. സ്ട്രൈറ്റ് ഔട്ട് ക്യാഷ് റിവാർഡ്സ്. അവർ ക്യാഷ് എന്താണ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നൽകുന്നുണ്ട്. അവൈലബിൾ ബോണസ് സർവീസ് ഓൺ ഡിമാൻഡ്. അപ്പോൾ അവൈലബിൾ ബോണസ് സർവീസിൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അല്ല, ഇങ്ങനെയാണ് നമുക്ക് സർവീസിൻ്റെ ഒരു ടേംസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ റെഡ് ലൈനിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു വിൻഡോയിലോട്ട് പോകും. അവിടെ നമ്മുടെ എന്താണ് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ റിമോട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെപ്പോഴും എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് അതേ സെയിം പ്രൊസീജിയറാണ്. ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. അപ്പം സർവേ എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചെക്ക് എന്ന് പറയുന്ന പച്ച ബോക്സൊക്കെ കിടക്കുന്നുണ്ടോ, ചെക്ക് ഇവിടെ ഞെക്കുക. ഇവിടെ ഞെക്കുമ്പോൾ ഈ 0.3D സർവേ വരും. നമ്മൾക്ക് സർവേ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സർവേസ് ഓപ്പൺ ആയി കിട്ടും. നമ്മൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ഇവിടെയാണ് കാണിക്കുന്നത്. ഇപ്പോഴും കണ്ടോ, ഇവിടെ 3.21 എന്ന് കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കാണിക്കും നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പേപ്പാൽ വഴി നിങ്ങൾക്ക് ക്യാഷ് റെഡീം ചെയ്യാൻ പറ്റത്തുള്ളൂ. $10 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് സർവേസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ദിവസവും ഇതിൽ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സർവീസ് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ 1-2 ദിവസം സർവീസ് ചിലപ്പോൾ നമ്മുടെ ഈ സൈറ്റിൽ വന്നില്ല എന്ന് കരുതും. എന്ന് കരുതി നിങ്ങളത് കിട്ടത്തില്ല എന്നൊന്നും കരുതണ്ട. 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഒന്ന് സൈറ്റിൽ കയറി നോക്കാമെങ്കിൽ പിന്നെയും നമുക്ക് സർവീസ് കാണും. അപ്പോൾ നിങ്ങൾ മാക്സിമം $10 ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വിഡ്രോവൽ ചെയ്തെടുക്കുക. ക്യാഷ് കിട്ടും. നല്ലൊരു വെബ്സൈറ്റാണ്. ഒത്തിരി പാടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ 8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നമ്മുടെ ഒപ്പീനിയൻസ് മാത്രം ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം നിങ്ങളാരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.